ഞാൻ Adya Mohan. ഞാൻ ബ്രില്യൻ്റിൽ 21 ബാച്ച് ക്രാഷ് കോഴ്സ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഞാൻ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഞാൻ എങ്ങനെയാണ് നീറ്റിന് പ്രിപ്പയർ ചെയ്തതെന്നാണ് ചെറുതായിട്ട് ഇവിടെ പറയാൻ പോകുന്നത്. ഞാൻ ചെയ്ത ക്രാഷ് കോഴ്സ് ആയിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയത് കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു 1 മന്തിന് മുമ്പത്തേക്ക് എൻ്റെ എല്ലാ 3 സബ്ജക്റ്റും ഒരു ഫസ്റ്റ് ടൈം സ്റ്റഡി, അതായത് ഫസ്റ്റ് ടൈം അല്ല, +1 +2 പഠിച്ചിരുന്നാലും ഒരു നീറ്റിലേക്കുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്തിട്ട് ഞാൻ ഒന്ന് പഠിച്ചു, ഫുൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് 1 മന്താണ് ഫുള്ള് നീറ്റിന് വേണ്ടി ഞാൻ ശരിക്കും പ്രിപ്പയർ ചെയ്ത്. അപ്പോഴാണ് ഞാൻ എല്ലാ 1 മന്ത് സ്റ്റാർട്ട് ചെയ്ത് രാവിലെ 5 മണിക്ക് എണീക്കുകയായിരുന്നു. 5 മണിക്ക് ഫസ്റ്റ് ടൈം ബയോളജി പഠിക്കും. ബിക്കോസ് എനിക്ക് ഏറ്റവും ഈ സബ്ജക്റ്റ് ബയോളജിയാണ്. അപ്പോൾ എൻ്റെ കോൺഫിഡൻസ് രാവിലെ തന്നെ നല്ലോണം കൂടും. അതുകൊണ്ട് ബയോളജിന് ആദ്യം പഠിക്കുക. അത് കഴിഞ്ഞ് ടഫ് സബ്ജക്ട്സ് നോക്കും. ഉച്ചയാകുമ്പോഴത്തേക്ക് ഞാൻ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനെ 3 തീർക്കും. ഇനി ആഫ്റ്റർനൂൺ ഞാൻ എനിക്ക് കൂടുതൽ എനിക്ക് കൂടുതൽ ടഫായ സബ്ജക്റ്റ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ആൻസർ കിട്ടാത്ത എന്തെങ്കിലും ടോപ്പിക്സ് ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ക്ലാസ് കാണും. അങ്ങനെ അതിൻ്റെ നോട്ട്സ് വായിക്കും. അത് കൂടുതൽ പ്രിപ്പയർ ചെയ്യാൻ നോക്കും. പിന്നെ ഇവർ ബ്രില്യൻ്റ് എല്ലാ ആഴ്ച അവർ എക്സാം നടത്തുമായിരുന്നു. ഞാൻ എല്ലാ എക്സാം വിടാതെ അറ്റൻഡ് ചെയ്യും. എല്ലാം ഓൺലൈൻ എക്സാം ആയിരുന്നു, എല്ലാം അറ്റൻഡ് ചെയ്യും. എന്നിട്ട് അറ്റൻഡ് ചെയ്തിട്ട് ഇവർ ആൻസർ വരുമ്പോൾ ആൻസർ നോക്കിയിട്ട് എനിക്ക് ഏതാ തെറ്റിപ്പോയത് അത് ഞാൻ നോട്ട് ചെയ്ത് വയ്ക്കും. എല്ലാ തെറ്റിപ്പോയ ആൻസർ ഞാൻ നോട്ട് ചെയ്ത് എല്ലാം കറക്റ്റ് ചെയ്യും. എല്ലാ കറക്ഷൻസ് ഞാൻ നോട്ടിൽ എഴുതി വയ്ക്കുമായിരുന്നു. എക്സാം ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഫസ്റ്റ് റാങ്ക്സ് വരാൻ നോക്കും. എനിക്ക് ക്യാഷ് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് കൂടുതൽ മോട്ടിവേറ്റിംഗ് ആയിരുന്നു. പിന്നെ എല്ലാ എക്സാം കഴിഞ്ഞുള്ള മീറ്റിങ്സ് അതൊക്കെ ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിരുന്നു. ജോൾസ് എല്ലാവരും ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിരുന്നു. പിന്നെ എങ്ങനെ നമ്മൾ ഉറക്കം ഇമ്പോർട്ടൻ്റ് ഒക്കെ എപ്പം പറയും, ഉറങ്ങാണ്ടല്ല പഠിത്തമൊന്നും വേണ്ട, കൃത്യസമയത്ത് ഉറങ്ങണം, ഒരു സിസ്റ്റമിക് ആയിട്ട് പഠിക്കണം. ഞാൻ ഒരു ദിവസം 40 to 50 hours പഠിക്കുകയായിരുന്നു. അപ്പം ഇതുപോലെ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.